അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. നമ്മളെല്ലാവരും ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരേക്കാരം അല്ലേ? മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥ. ഏത് സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും എല്ലാവർക്കും. അത് നമ്മുടെ മാത്രം പ്രശ്നമായിരിക്കും. അത് മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് നമ്മളെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് അത് മാത്രമായിട്ടായിരിക്കും അവർക്ക് തോന്നുക. കാരണം നമ്മൾ അതേ അനുഭവത്തിലൂടെ മറ്റുള്ളവർ കടന്നു പോയിട്ടുണ്ടെങ്കിലുള്ളൂ അവർക്ക് നമ്മുടെ ബുദ്ധിമുട്ട്, ആ വിഷമം മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടുകൾ നമ്മൾ എന്ത് ചെയ്യുക? ആരോടും പറയണ്ട. നമ്മളെ ഹൃദയത്തിൻ്റെ ഭാരം മുഴുവൻ മനസ്സിലാക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. അപ്പോൾ അള്ളാഹിനോട് പറയാം എന്ത് കാര്യങ്ങളും നമ്മളെ സങ്കടങ്ങളൊക്കെ അള്ളാഹിനോട് തുറന്ന് പറഞ്ഞിട്ട് നമ്മളുടെ എല്ലാ വിഷമങ്ങളും, നമ്മളെ സങ്കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ അറിയുന്നത് നമ്മുടെ റബ്ബ് മാത്രമാണ്. അപ്പോൾ അള്ളാഹുവിനോട് മാത്രം നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ പറയാം. നമ്മളെ വിഷമങ്ങളും ആവശ്യങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ മുന്നിൽ ബോധിപ്പിക്കുക. റംദാനിൻ്റെ പുണ്യ പകലിലൂടെയും രാത്രിയിലൂടെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഫലം ലഭിക്കുന്ന ദിവസങ്ങളാണ് റംദാനിൻ്റെ രാവുകളും പകലുകളൊക്കെ നമുക്കറിയാമല്ലോ. എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കാൻ ഏറ്റവും എളുപ്പമാകുന്ന ദിവസങ്ങളാണ് റംദാനിൻ്റെ ദിനങ്ങൾ. അപ്പോൾ ഖുർആനിന് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടൊരു സൂറത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഏതാണെന്നല്ല, സൂറത്ത് അൽ ബഖറ സൂറത്ത് തന്നെ. നമ്മളുടെ ഏത് ആവശ്യവും അൽ ബഖറ സൂറത്ത് ഓതി ദുആ ചെയ്താൽ, അള്ളാഹുവിനോട് ആവശ്യം ചോദിച്ചാൽ അത് അള്ളാഹു തീർച്ചയായിട്ടും അതിനുത്തരം നൽകുക തന്നെ ചെയ്യും. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അൽ ബഖറ സൂറത്ത് ഓതി എൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാനൊരു അനുഭവം കൂടി പറയാം. ഒരു സഹോദരിയെ കുറിച്ചിട്ട്. ഒരു സഹോദരി എനിക്ക് വിളിച്ചിട്ട് അവളുടെ പ്രയാസം എന്തായിരുന്നെന്ന് വെച്ചാൽ, അവളുടെ ഭർത്താവ് ഗൾഫിൽ ജയിലിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. 2 മാസമായിരുന്നു ജയിലിലകപ്പെട്ടിട്ട്. കള്ളക്കേസിൽ കുടുങ്ങിയിട്ട് ആൾക്കാർ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. അത് 2-3 മാസമായിട്ട് അവൾ വല്ലാത്തൊരു മനപ്രയാസത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിൽ അവളും കുട്ടികളും ഒറ്റയ്ക്ക്, അവനോട് ഗൾഫിൽ ജയിലിലും. അവൻ ചെയ്യാത്ത എന്തോ തെറ്റിൻ്റെ പേരിലാണ് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവൾ അതിന് വേണ്ടിയിട്ട് അവനെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല, കാണാത്ത ആൾക്കാരില്ല, ഒരുപാട് പ്രയാസത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ വിളിച്ചത്. അപ്പോൾ ഞാൻ അവളോട് 7 അൽ ബഖറ സൂറത്ത് ഓതാൻ പറഞ്ഞു, 7 ദിവസങ്ങളിലായിട്ട്. അപ്പോൾ അങ്ങനെ 7 ദിവസങ്ങളിലൂടെ തഹജ്ജുദിൻ്റെ സമയത്ത് നീച്ചിട്ട് ദിവസവും അൽ ബഖറ സൂറത്ത്, നമുക്ക് 1 മണിക്കൂർ ഇരുന്നാൽ അൽ ബഖറ സൂറത്ത് ഓതിക്കാണ്ട് മുഴുവനാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ 7 ദിവസവും തുടർച്ചയായിട്ട് നീച്ചിട്ട് അൽ ബഖറ സൂറത്ത് തഹജ്ജുദിൻ്റെ സമയത്ത് നീച്ച് ഓതാൻ തുടങ്ങി. അങ്ങനെ 7-ാം ദിവസം അവിടുന്ന് വിളി വന്നു, ജയിലിൽ നിന്ന് മോചിതനായിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. പറഞ്ഞിട്ട് അവൾ വിളിച്ച് ഒരുപാട് കരഞ്ഞ് അവളുടെ സന്തോഷം എന്നെ അറിയിച്ചു. അവൾ അൽ ബഖറ സൂറത്ത് ഓതിയിട്ട് 7 ദിവസത്തിനുള്ളിൽ, ഒരാഴ്ചക്കുള്ളിൽ ഫലം ലഭിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അവളോടും ചെയ്യാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. തഹജ്ജുദിൻ്റെ സമയത്ത് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം തഹജ്ജുദിൻ്റെ സമയത്ത് എണീറ്റ് വൃത്തിയായി ഒതെടുത്ത് വന്ന് 2 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യാം. നമ്മളെന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടോ നമ്മുടെ അടുത്ത് നിന്ന് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയാക്കാരെന്ന് നമ്മൾ വിചാരിച്ചു, പക്ഷെ അള്ളാഹിൻ്റെ അടുത്ത് ശരിയായിരുന്നു എന്ന് നമുക്കറിയില്ല. അങ്ങനെ നമ്മളെന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും നമ്മളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാപ്പ് തരാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യാം. എന്നിട്ട് റസൂലുള്ളാഹിൻ്റെ പേരിൽ 11 സ്വലാത്ത് ചെല്ലാം. 11 സ്വലാത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്വലാത്ത് ചെല്ലാം. അവളോട് ഇബ്രാഹിം സ്വലാത്താണ് ചെല്ലാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഇബ്രാഹിമിയ സ്വലാത്ത് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത്. ആ സ്വലാത്ത് ചെല്ലുക. എന്നിട്ട് അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യാൻ തുടങ്ങുക. അങ്ങനെ കഴിയുമെങ്കിൽ ഒറ്റയിരുത്തത്തിൽ ഇരുന്നിട്ട് തന്നെ അൽ ബഖറ സൂറത്ത് മുഴുവനാക്കുക. എന്നിട്ട് ഓതി കഴിഞ്ഞതിന് ശേഷം വീണ്ടും റസൂലുള്ളാഹിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലാം. 11 അതിൽ കൂടുതലോ, ചെറിയ സ്വലാത്തുകളാണെങ്കിൽ 100 സ്വലാത്തോ ആത്മാർത്ഥമായിട്ട് റസൂലുള്ളാഹിൻ്റെ പേരിൽ നമ്മൾ ചെല്ലാം. എന്നിട്ട് അള്ളാഹിനോട് നമ്മൾ ആവശ്യങ്ങൾ ചോദിക്കുക. ആത്മാർത്ഥമായിട്ട് കരഞ്ഞ് കൈ ഉയർത്തിയിട്ട് അള്ളാഹിനോട് ചോദിക്കുക, എൻ്റെ പ്രയാസം നീക്കി തരണേന്ന്. അതെല്ലാം അറിയുന്ന റബ്ബ് നമ്മൾ കൈവിടൂല. തഹജ്ജുദിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാമല്ലോ. അള്ളാഹു ആകാശത്ത് നിന്ന്
ഇറങ്ങി വന്ന് തൻ്റെ അടിമ തന്നോട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്ന് വീക്ഷിക്കുന്ന സമയമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ സമയത്ത് അള്ളാഹു പറയുന്നത്, നിങ്ങൾ ചോദിക്കുമോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്ന് പറയുന്ന സമയമാണ് തഹജ്ജുദിൻ്റെ സമയം. ആ സമയത്ത് നമ്മൾ കരഞ്ഞ് അള്ളാഹുലേക്ക് മാത്രം മനസ്സർപ്പിച്ചുകൊണ്ട് നമ്മളെ സങ്കടം പറഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ചോദിക്കുക. തീർച്ചയായിട്ടും അള്ളാഹു ഉത്തരം തരും, ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അൽബക്ര സുഹൃത്തിലൂടെ എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളിലൂടെ നിങ്ങൾക്കും കൂടി പങ്കുവെച്ച് തരാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ദിക്റുകളും സ്വലാത്തുകളും ഖുർആൻ വചനങ്ങളും എല്ലാം ഓതിയിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയത് ഇതാണ് ഞാൻ. ആ സമയങ്ങളിലൊക്കെ ഞാൻ ചെയ്ത ഓരോ അമലുകളും എനിക്ക് ഉത്തരം കിട്ടിയ സന്ദർഭങ്ങളും ഉത്തരം കിട്ടിയ കാര്യങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു തീർത്ത് തരട്ടെ. നിങ്ങളുടെ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ദുആയിൽ ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ആരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാവരുടെയും എൻ്റെ പ്രാർത്ഥന ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.